എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു ട്രീ ആണ് വരയ്ക്കാനായിട്ട് പോകുന്നത്. ഓയിൽ പേസ്റ്റിൽ യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീ ആണ് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ട്രീ വരയ്ക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ലൈറ്റ് ആൻഡ് ഷെയ്ഡ്സ് പഠിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇതേപോലെ ലീഫ് ക്രിയേറ്റ് ചെയ്യുന്നത് പഠിക്കുന്നുണ്ട്, ഷെയ്ഡ് ഡിഫറൻസ് പഠിക്കുന്നുണ്ട്, ബ്രാഞ്ച് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് പഠിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രീ വരയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ട്രീ വരയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിവിടെ പെൻസിലൊന്നും യൂസ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ഓയിൽ പേസ്റ്റിൽ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ ഒരു ട്രീ വരയ്ക്കുക എന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, ആദ്യം നമുക്കൊരു യെല്ലോ കളർ യൂസ് ചെയ്യാം. ഞാനിവിടെ ലെമൺ യെല്ലോയാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ട്രീൻ്റെ ലീഫിൻ്റെ പോർഷനാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. വളരെ സിമ്പിളാണ്. ആദ്യം നമ്മൾ ബേസിക് ഷേപ്പാണ് വരയ്ക്കുന്നത്. അപ്പോൾ യെല്ലോ കളർ ഓയിൽ പേസ്റ്റിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഞാനൊരു എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സർക്കിൾ വരയ്ക്കുന്നുണ്ട്. കണ്ടോ, ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സർക്കിൾ വരച്ചു. അത് ഞാൻ നേരെ ഓപ്പോസിറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സർക്കിൾ വരച്ചു. കണ്ടോ, ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് ഇതിനെ രണ്ടിനെയും ഓവർലാപ്പ് ചെയ്തിട്ട് മേലെ ഒരു സർക്കിൾ വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ചെയ്തത് എന്താ, ഇതിനെ രണ്ടിനെയും ഓവർലാപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതേപോലൊരു ഓവൽ ഷേപ്പ് വരയ്ക്കുക, ഒരു സർക്കിളിൻ്റെ ഹാഫ് പോർഷൻ. ഓക്കെ, ഇതേപോലെ വരയ്ക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇവിടെ ആയിട്ട് നമുക്കൊരു സർക്കിളിൻ്റെ പോർഷൻ ക്രിയേറ്റ് ചെയ്യാം. കണ്ടോ, ഇവിടെ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നിൽക്കുന്നത് പോലെ ഓവർലാപ്പ് ചെയ്തിട്ട് വേണം വരയ്ക്കാനായിട്ട്. ഒരു ഹാഫ് സർക്കിളിൻ്റെ പോർഷൻ ഇത്രയും വരച്ചു. അപ്പോൾ ഇത്രയും വരച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് ലീഫിൻ്റെ പോർഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമുക്ക് ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ആദ്യം മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കളർ ചെയ്യുന്നതിന് മുന്നേ ആദ്യം നോക്കേണ്ടത് ട്രീയിലോട്ട് ഏത് സൈഡിൽ നിന്നാണ് ലൈറ്റ് അടിക്കുന്നത് എന്നാണ്. ഈ ഒരു സൈഡിൽ നിന്ന് ലൈറ്റ് അടിക്കുന്നത് പോലെയാണ് ഞാൻ ഈ ഒരു പെയിൻറ്റിങ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു സൈഡിൽ നിന്ന് സൺലൈറ്റ് ട്രീയിലോട്ട് അടിക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ കുറച്ച് യെല്ലോ കളർ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ സിക്സാഗ് പോലെ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, വളരെ കുറച്ച് പോർഷനാണ് ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ യെല്ലോ കളർ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ സർക്കിളിലും ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു കാൽ പോർഷൻ. ഓക്കെ, സർക്കിളിൻ്റെ മുകളിലത്തെ പോർഷനിൽ മാത്രം ഇങ്ങനെ ഒരു യെല്ലോ കളറ് ഈ സൺലൈറ്റ് അടിക്കുന്ന ഒരു ഭാഗത്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ സർക്കിളിലും കൊടുക്കാം. സിക്സാഗ് പോലെ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് പോകുന്നേ ഉള്ളൂ. കളറ് ഒരു സിക്സാഗിൻ്റെ ഷേപ്പിൽ വെറുതെ ഇങ്ങനെ ഇട്ട് പോകുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അത്രയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈറ്റ് ഗ്രീൻ എടുക്കാം. ലൈറ്റ് ഗ്രീൻ എടുത്തിട്ട് തൊട്ടതിൻ്റെ താഴത്ത് ചെയ്യാം. കണ്ടോ, അപ്പോൾ ലൈറ്റ് ഗ്രീൻ എടുത്തിട്ട് താഴ്ഭാഗത്ത് ഇതേപോലെ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഡയറക്ഷൻ കീപ്പ് ചെയ്യാതെ യെല്ലോയിൻ്റെ മുകളിലോട്ട് കുറച്ചൊന്ന് ഇങ്ങനെ കയറ്റി ചെയ്യാം കേട്ടോ. യെല്ലോയിൻ്റെ മുകളിലോട്ട് നോക്കി ഇതേപോലെ ഒന്ന് ലൈറ്റായിട്ട് ഓരോ ഡോട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് കയറ്റി ചെയ്ത് കൊടുക്കുക. ഓക്കെ, കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഒക്കെ ഈ സൈഡിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം നമുക്ക്. കണ്ടോ, ഇനി ഈ ഒരു സർക്കിളിൻ്റെ പുറത്തോട്ട് കുറച്ച് ലീവ്സ് ഒക്കെ നിൽക്കുന്നത് പോലെ ഇങ്ങനെ വേണം ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, ഈ ഒരു സർക്കിൾ കറക്റ്റായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ഒരു ബേസിക് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം സർക്കിൾ വരച്ച്, അത് വരച്ച് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കളർ ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മൾ ആ സർക്കിൾ ഫോളോ ചെയ്യരുത്. സർക്കിളിൻ്റെ പുറത്തോട്ട് ലീഫിൻ്റെ ഷേപ്പ് തോന്നുന്ന രീതിയിൽ ഇങ്ങനെ കളർ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. താഴത്തെ ഇവിടെ യെല്ലോ ഉണ്ട് അടുത്ത സർക്കിളിൽ, അത് എന്ത് ചെയ്യരുത്, അതിൻ്റെ മുകളിൽ നമ്മൾ ചെയ്യരുത്. ഓക്കെ, ലൈറ്റായിട്ട് ചെയ്യാം. ബാക്കിയുള്ള പോർഷനെല്ലാം ഈ ഒരു ഗ്രീൻ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. താഴ്ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഡാർക്ക് ഗ്രീൻ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഡാർക്ക് ഗ്രീൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അടുത്തടുത്ത് കളർ എടുക്കുന്ന സമയത്ത് ഇവിടെ നോക്കുക, നമ്മൾ നേരത്തെ യൂസ് ചെയ്ത കളർ ഈ കളറിൻ്റെ മേലെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടായിരിക്കും. അതൊന്ന് ക്ലീൻ ചെയ്ത ശേഷം മാത്രം ഇവിടെ കളർ യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ യെല്ലോ, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ ആ ഒരു ഓർഡറിലാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഈ താഴ്ഭാഗത്ത് ലൈറ്റ് ഗ്രീൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മേലെ കൂടെ കുറച്ചും കൂടി ഡാർക്ക് ഗ്രീൻ ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരേ ലൈൻ പോലെ ഇതേപോലെ ഫോം ചെയ്യരുത്. ലൈറ്റ് ഗ്രീൻ്റെ മേലോട്ട് കുറച്ചിങ്ങനെ കയറ്റിയിട്ട് ഒരു സ്ട്രോക്കൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഒരു ഷേപ്പ് ഇങ്ങനെ ഫോം ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. സർക്കിളിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ട്രീൻ്റെ ലീഫൊക്കെ പോലെ ഇങ്ങനെ ഡോട്ട്സ് ഒക്കെ ഇട്ടിട്ട് കണ്ടോ, അങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താലും മതി. കണ്ടോ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ട്രീൻ്റെ മേലത്തെ ആദ്യത്തെ ഒരു സർക്കിൾ നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇനി ഇതേപോലെ നമുക്ക് താഴത്തെ പോർഷനും ചെയ്യാം. അപ്പോൾ ഈ എല്ലാം എടുത്തിട്ട് നമ്മൾ ആദ്യം സർക്കിൾ വരച്ചിട്ടുണ്ടല്ലോ, അത് മുകളിലോട്ട് കുറച്ച് കുറച്ച് ലീഫിൻ്റെ ഷേപ്പ് പോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. ഒരു സർക്കിൾ പോലെ അവിടെ തോന്നുന്നുണ്ടെങ്കിൽ
അതിൻ്റെ യെല്ലോൻ്റെ മേലെ കുറച്ച് എന്ത് ചെയ്യാം, ഫുൾ യെല്ലോ വേണ്ട, കുറച്ച് ഇതേപോലെ ലൈറ്റ് ഗ്രീൻ എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ഡോട്ട്സുകൾ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ലീഫിൻ്റെ ഷേപ്പ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, കുറച്ച് മതി. ഓക്കെ, ഈ ഒരു ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് ഇവിടെ ഒരു ഇതിൻ്റെ ബാക്കിലായിട്ട് നിൽക്കുന്ന ഒരു ഹാഫ് സർക്കിൾ ഉണ്ട്. അവിടെ നമുക്ക് വീണ്ടും ലൈറ്റ് ഗ്രീൻ ആണ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഇവിടെ നമുക്ക് ലൈറ്റ് ഗ്രീൻ വെച്ച് കൊടുക്കാം. ഇങ്ങനെ പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ലൈറ്റ് ഗ്രീൻ വെക്കുന്ന സമയത്ത് യെല്ലോൻ്റെ മുകളിലോട്ട് ഇതേപോലെ കുറച്ചൊന്ന് കയറ്റി നമ്മൾ വെച്ച് കൊടുക്കണം. അത് മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം കേട്ടോ. കറക്റ്റ് ഒരു ഷേപ്പ് വരരുത്, ലീഫാണിത്, അപ്പോൾ ലീഫ് പോലെ നമുക്ക് തോന്നണം. ഓക്കെ, സർക്കിളിൻ്റെ പുറത്തോട്ടും അതേപോലെ കുറച്ച്. അപ്പോൾ ഇവിടെ യെല്ലോൻ്റെ മേലെ നമ്മൾ മേലെ ചെയ്തതുപോലെ തന്നെ മുകളിലോട്ടൊന്ന് കയറ്റി വെച്ച് കൊടുക്കണം കേട്ടോ. ഓക്കെ, മേലെ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്തു, യെല്ലോ വെച്ചു, ലൈറ്റ് ഗ്രീൻ വെച്ചു. ഇനി നമുക്ക് ഡാർക്ക് ഗ്രീൻ യൂസ് ചെയ്യാം. അപ്പോൾ ഡാർക്ക് ഗ്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ലൈറ്റ് ഗ്രീനിൻ്റെ മുകളിലോട്ട് ഇതേപോലെ ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇവിടെ ഈ ഒരു സർക്കിൾ ഇതേപോലെ ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡാർക്ക് ഗ്രീൻ നോക്കി ഇവിടെ താഴോട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡോട്ട് പോലെ ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ യെല്ലോ ലീഫ് പോലെ തോന്നും. കണ്ടോ, അങ്ങനെ താഴ്ഭാഗത്തോട്ട് ഉണ്ടോ ഡാർക്ക് ഗ്രീൻ ഇങ്ങനെ സൈഡിൽ കൂടെ ഒന്ന് ഇങ്ങനെ ഇടയ്ക്കിലൊന്ന് കിച്ച് കഴിഞ്ഞാൽ യെല്ലോയിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ലീഫിൻ്റെ ഷേപ്പ് പോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അവിടെ. കണ്ടോ, കണ്ടോ. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി ഭംഗി വന്നില്ലേ, ഒരു റിയലിസ്റ്റിക് ഫീൽ വരും നമ്മുടെ ലീഫിന്. ഓക്കെ, ഇവിടെ അതേപോലെ കണ്ടോ, ഇവിടെ കറക്റ്റ് ഇപ്പം ഇങ്ങനെ നീളത്തിലൊരു ഷേപ്പ് അല്ലേ. നമ്മൾ ഓരോരോ ലൈൻസ് കണ്ടോ, താഴത്ത് ഇങ്ങനെ ലൈനിൻ്റെ ഷേപ്പ് പോലെ ലീഫിൻ്റെ ഷേപ്പ് പോലെ താഴോട്ട് ഇങ്ങനെ ഇറക്കിയിട്ട് കഴിഞ്ഞാൽ അത് ഒരു ലീഫ് പോലെ തോന്നും. അപ്പോൾ അവിടെ ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ഫീല് പോയിട്ട് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഷേപ്പ് വരും. ഓക്കെ, നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ 2 ലെയർ ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇവിടെ 2 കുഞ്ഞു സർക്കിൾ ഉണ്ട്, അത് നമുക്ക് ഈ സെയിം മെത്തേഡ് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, ഇവിടെ ലൈറ്റ് ഗ്രീൻ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സിക്സാഗ് പോലെ കളർ ചെയ്യുന്ന സമയത്ത് ഒരേ ഡയറക്ഷൻ യൂസ് ചെയ്യാൻ പാടില്ല, ഡിഫറെൻറ്റ് ഡയറക്ഷൻ യൂസ് ചെയ്യാം കേട്ടോ. യെല്ലോൻ്റെ മുകളിലോട്ടൊന്ന് കയറ്റി വെച്ച് കൊടുക്കണം. മേലെ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി 2 നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കണ്ടോ, ഇനി നമുക്ക് കുറച്ച് ഡാർക്കിനെ വെച്ച് കൊടുക്കാം. ഓയിൽ പേസ്റ്റിലൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല റിയലിസ്റ്റിക് ആയിട്ട് അടിപൊളി പെയിൻറ്റിങ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓയിൽ പേസ്റ്റിൽ എങ്ങനെ യൂസ് ചെയ്യണം, അതിൻ്റെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ്സ് എങ്ങനെയാണ്, ഒരു ഒബ്ജക്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിൻ്റെ ടെക്സ്ചർ നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഏത് മീഡിയം യൂസ് ചെയ്തിട്ടും നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പെയിൻറ്റിങ്സ് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നോക്കി എത്രയും ചെയ്തപ്പോൾ നോക്കിയ ട്രീ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. പലരുടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട് ആക്ച്വലി ഓയിൽ പേസ്റ്റൽ എന്ന് പറയുന്നത് ഈ ഒരു കുട്ടികൾക്ക് വേണ്ടി മാത്രം കണ്ടുപിടിച്ചൊരു മീഡിയ ആണ്, അവർ മാത്രമേ യൂസ് ചെയ്യുള്ളൂ, വലിയ വലിയ ആർട്ടിസ്റ്റുകളൊന്നും ഓയിൽ പേസ്റ്റൽ യൂസ് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പൊതുവേ ഉണ്ട്. ആക്ച്വലി അവർക്ക് ഇങ്ങനെ പറയുന്നവർക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്തതുകൊണ്ടാണ്. വലിയ വലിയ ആർട്ടിസ്റ്റുകളടക്കം ഓയിൽ പേസ്റ്റൽ യൂസ് ചെയ്തിട്ട് പോർട്രേറ്റ് അടക്കം ചെയ്യാറുണ്ട്, വലിയ വലിയ നല്ല നല്ല പെയിൻറ്റിങ്സും ഡ്രോയിങ്സും എല്ലാം ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ഒരു മെത്തേഡ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓയിൽ പേസ്റ്റിൽ അടിപൊളിയാണ്. നല്ല നല്ല വലിയ വലിയ പെയിൻറ്റിങ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളിപ്പോൾ അക്കർലി പെയിൻറ്റും വാട്ടർ കളറൊക്കെ യൂസ് ചെയ്തിട്ട് പെയിൻറ്റിങ്സ് ചെയ്യില്ലേ, അതേപോലെ ഓയിൽ പേസ്റ്റിൽ കുറച്ചും കൂടി കൺട്രോൾഡ് ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, വലിയ വലിയ പെയിൻറ്റിങ്സ്
ഓയിൽ പേസ്റ്റിൽ വെച്ച് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ അറിയാത്ത ആൾക്കാരും അല്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാത്ത ഇതിൻ്റെ ടെക്നിക്സും മെത്തേഡ്സ് ഒന്നും മനസ്സിലാക്കാത്തവരാണ് ആക്ച്വലി ഓയിൽ പേസ്റ്റിൽ കുട്ടികൾക്ക് മാത്രമാണ് എന്ന് വിചാരിച്ചിരിക്കുന്നത്. പല കുട്ടികളും അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഓയിൽ പേസ്റ്റിൽ ഏത് മീഡിയം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിലും ആ ഒരു മീഡിയം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ടെക്നിക്സ് നല്ല രീതിയിൽ പഠിക്കുക. അതേപോലെ ഓക്കെ, എല്ലാത്തിനും അതിൻ്റേതായ ടെക്നിക്സ് ആൻഡ് മെത്തേഡ് ഉണ്ട്. ഓരോ മീഡിയം യൂസ് ചെയ്യുന്നതിന് ഡിഫറെൻറ്റ് ആയിട്ടുള്ള ടെക്നിക്സ് ആണ് ഉള്ളത്. അത് നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, പഠിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ മീഡിയയും നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നല്ല നല്ല റിസൾട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ടും പറ്റും കേട്ടോ. നോക്കിയേ, ഇത്രയും ചെയ്തപ്പോൾ നോക്കിയാൽ ലീഫിൻ്റെ പോർഷൻ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. മുകളിൽ നിന്ന് നോക്കിയാൽ ഒരു ലൈറ്റൊക്കെ അടിക്കുന്ന എഫക്റ്റ് നമുക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിനും ഒരു ടെക്നിക്സ് ആൻഡ് മെത്തേഡ് ഉണ്ട്. അത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് മീഡിയം നമുക്ക് ഇതേപോലെ അടിപൊളി റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസും ഇതേപോലെ ഓയിൽ പേസ്റ്റിൽ വെച്ചിട്ട് നല്ല നല്ല പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. കൂടുതലായിട്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലും ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടുള്ള എങ്ങനെയാണ് അത് യൂസ് ചെയ്യുക എന്നുള്ള ടെക്നിക്സ് ആൻഡ് മെത്തേഡാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത്, നമ്മുടെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കാറുള്ളത്. അപ്പോൾ അവർക്ക് നന്നായിട്ട് അത് ചെയ്യാനായിട്ടും പറ്റാറുണ്ട്. കണ്ടോ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലീഫിൻ്റെ പോർഷൻ അടിപൊളിയായിട്ട് നോക്കി നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലൊക്കെ കുറച്ചൊന്ന് കറക്ഷൻസ് വേണമെങ്കിൽ നമുക്കിങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരേ ഷേപ്പ് പോലെ തോന്നി. അപ്പോൾ ഇവിടുത്തെ ഷേപ്പ് ഒന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടി ഈ ബ്രാഞ്ച് ഞാൻ മുകളിലോട്ട് സൈഡിലോട്ട് ഒന്നിങ്ങനെ ഇറക്കിയിട്ട് കൊടുത്തു എന്ന് മാത്രം കേട്ടോ. ഒരേപോലെ ഇങ്ങനെ കർവ് പോലെ ഫീൽ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടോ, ഇവിടെ ഇപ്പോൾ ഒരേ ഷേപ്പ് പോലെ ഉണ്ട്. അപ്പം അങ്ങനെ എവിടെയെങ്കിലൊക്കെ വരികയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ കാണാനൊരു ഭംഗി ഉണ്ടാവും. ഓക്കെ, ഒരേപോലെ ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, അത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇത്രയും നമ്മൾ അടിപൊളിയായിട്ട് ഇവിടെ ചെയ്തെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, ഇതിൻ്റെ സ്റ്റിക്കിൻ്റെ പോർഷൻ ചെയ്യാം, ബ്രാഞ്ചിൻ്റെ പോർഷൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ യൂസ് ചെയ്യുന്നത് ബ്രൗൺ കളറാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ആദ്യം ബ്രൗൺ കളർ എടുത്തിട്ട് ഇവിടെ നമുക്ക് ഇതിൻ്റെ ബ്രാഞ്ച് വരയ്ക്കാം. ഓക്കെ, ഞാൻ ബ്രൗൺ കളർ എടുത്തിട്ടുണ്ട്. ബ്രൗൺ കളർ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ബ്രാഞ്ച് ഇങ്ങനെ വരയ്ക്കാം ഇവിടെ. അപ്പോൾ ട്രീൻ്റെ ബ്രാഞ്ചുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ തടിയുടെ പോർഷനൊക്കെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് താഴ്ഭാഗത്ത് കുറച്ച് വീതി കൂടുതലായിരിക്കണം. അത് മുകളിലോട്ട് പോകുമ്പോൾ ഒന്ന് വീതി കുറഞ്ഞിട്ട് വേണം വരാനായിട്ട് കേട്ടോ. കുട്ടികളൊക്കെ മെയിനായിട്ട് ചിലപ്പോൾ തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ കോമൺ ആയിട്ട് കാണാറുണ്ട്, അങ്ങനെ കുട്ടികൾ വരയ്ക്കുമ്പോൾ തെറ്റിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണേ. സബ് ബ്രാഞ്ചസ് ഒക്കെ നമുക്കിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ആദ്യം ബ്രൗൺ കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാനോ, ഡാർക്ക് ബ്രൗൺ എടുത്തിട്ട് അതിൻ്റെ വൺ സൈഡ് അതിൻ്റെ ഷാഡോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഈ സൈഡ് നല്ല ലൈറ്റ് അടിക്കുന്നത്, അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് കുറച്ചൊന്ന് ഡാർക്ക് ബ്രൗൺ കൊടുക്കാം. ഓക്കെ, ഇനി ഈ സൈഡ് നമുക്കൊരു യെല്ലോ കളർ കൊടുക്കാം, ലൈറ്റിങ്ങിൻ്റെ ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ആദ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് യെല്ലോ യൂസ് ചെയ്തിട്ടും ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. യെല്ലോ, ലൈറ്റ് ബ്രൗൺ, ഡാർക്ക് ബ്രൗൺ ആ ഒരു ഓർഡറിലും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇങ്ങനെ ഓരോ ലൈൻസ് ഒക്കെ ഇട്ടിട്ട് നമ്മുടെ വുഡിൻ്റെ ടെക്സ്ചർ ഉണ്ടല്ലോ അതേപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഉണ്ടോ, ഓക്കെ. ഏറ്റവും ബാക്കിൽ വേണമെങ്കിൽ നമുക്ക് നന്നായിട്ട് ഡാർക്ക് ആക്കാനായിട്ട് കുറച്ച് ബ്ലാക്കോ ബ്ലൂവോ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാം, നല്ല ഷാഡോ കൊടുക്കാനായിട്ട്. ഞാനിവിടെ ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ബ്ലൂ നല്ല രീതിയിൽ മേലെ വർക്ക് ചെയ്യുന്നുണ്ട്. ബ്ലൂ നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ബ്ലാക്കും യൂസ് ചെയ്യാം കേട്ടോ.
ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന പോലത്തെ കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ നമുക്കിങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. അത് ഈ ഒരു ബ്ലാക്കോ ബ്ലൂവോ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ ബ്രാഞ്ചസ് വരുന്നത് പോലെ നമുക്ക് വരയ്ക്കാം. നല്ല ഭംഗിയായിരിക്കും കാണാൻ. ലീഫിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ ബ്രാഞ്ച് വരുന്നത് പോലെ വരയ്ക്കാം കേട്ടോ. ട്രീ ആകുമ്പോൾ കുറേ ബ്രാഞ്ചസ് ഉണ്ടാവുമല്ലോ. ഉണ്ടോ, വുഡിൻ്റെ ടെക്സ്ചർ ഇതേപോലെ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ട്രീ കാണാനായിട്ട് നല്ല ലുക്കായിരിക്കും, കാണാൻ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇനി ബ്രൗൺ വെച്ചിട്ട് നമുക്കിവിടെ കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഗ്രൗണ്ട് ചെയ്യാം. ഗ്രൗണ്ട് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രീൻ കളർ എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കളർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ട്രീ നിൽക്കുന്ന അവിടെ കുറച്ച് മണ്ണിൻ്റെ പോർഷൻ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കുറച്ച് ബ്രൗൺ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി ഫുള്ള് ഗ്രീൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗത്ത് ഇവിടെ കുറച്ചിങ്ങനെ വൈറ്റും ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, വെളിച്ചടിക്കുന്ന പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട്, ഗ്രൗണ്ടിലോട്ട് വെളിച്ചടിക്കുന്ന ഒരു ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഡാർക്ക് ഗ്രീൻ യൂസ് ചെയ്തിട്ട് കുറച്ച് പുല്ലുകളൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും. കുറച്ച് ഗ്രാസുകൾ ഇങ്ങനെ വരച്ചു കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ താഴ്ന്ന മുകളിലോട്ട് കുഞ്ഞു കുഞ്ഞു ഗ്രാസുകൾ. കണ്ടോ, ഇത്രയും വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ് ഇവിടെ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ലീവ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. എവിടെയെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ ലീവ്സൊക്കെ. കണ്ടോ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രീ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, വളരെ ഈസി ആയിട്ട് ഒരു ട്രീ വരച്ച് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് ആൻഡ് ഷെയ്ഡിൻ്റെ തിയറിയും നമ്മളപ്പോൾ ചെയ്ത ഒരു ഓർഡർ ഉണ്ടല്ലോ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെല്ലോ, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, പിന്നെ ഒരു ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്ത രീതി. അപ്പോൾ ഞാൻ ഏത് രീതിയിലാണ് ഓയിൽ പേസ്റ്റിൽ മൂവ് ചെയ്തത്, എങ്ങനെയാണ് ടെക്സ്ചർ ഇട്ട്, വെറുതെ ഇങ്ങനെ കളർ ഫില്ല് ചെയ്ത് കൊടുക്കാതെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സിക്സാക്ക് പോലെ കുഞ്ഞു കുഞ്ഞു ആക്ഷനിൽ ഇതേപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പിൽ വേണം ലീഫ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. വെറുതെ ഫ്ലാറ്റ് ആയിട്ട് നമ്മൾ കളർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിന്
ചെയ്യുന്നതിനേക്കാളും എത്രയോ ഭംഗിയാണ് ചെറിയ ചെറിയ ഡോട്ട് പോലെ ചെറിയ ചെറിയ ലൈൻസ് ആയിട്ട് ഇതേപോലെ കളർ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ലീഫിൻ്റെ ഷേപ്പ് പോലെ നമുക്കത് തോന്നും. കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് ട്രീ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ലൈറ്റ് ആൻഡ് ഷെയ്ഡിൻ്റെ ഒരു തിയറി എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. എങ്ങനെയാണ് വുഡ് ചെയ്തത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ ട്രീ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രീ വരയ്ക്കുന്ന ഒരു പെയിൻറ്റിങ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഒരു ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.